ഹായ് ഫ്രണ്ട്സ്, ഞാൻ ആലപ്പുഴ പുന്നമട നെഹ്റു ട്രോഫിയുടെ എൻട്രൻസിലാണ്. ഇവിടെ നിന്നാണ് നമ്മൾ അകത്തേക്ക് കയറുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ കാണിക്കാം. അപ്പോൾ ഇവിടുന്ന് നമ്മൾ അകത്തേക്ക് കയറുകയാണ്. അകത്തേക്ക് വള്ളംകളി കാണാനായിട്ട് കയറുകയാണ്. വലിയ ജനത്തിരക്കും കാര്യങ്ങളൊക്കെ ഈ വർഷമുണ്ട്. നമുക്ക് ആ കാഴ്ചകളിലേക്കൊന്ന് പോകാം. ഇതാണ് നമ്മളുടെ എൻട്രൻസ്. ആ റോഡിൽ നിന്ന് ഇങ്ങോട്ട് കയറി വരുന്നത് ഇവിടെ നിന്നാണ്. അപ്പോൾ ഇവിടെ ഹരിത കർമ്മസേനയുടെയൊക്കെ ഒരു ഇത് നിൽപ്പുണ്ട്. അവിടെ പ്ലാസ്റ്റിക്കുകളൊക്കെ അവർ സ്റ്റിക്കറൊക്കെ പതിച്ചിട്ടാണ് കൊടുത്തുവിടുന്നത്. അപ്പോൾ അങ്ങനെ ഇവിടെ ശുചിത്വം, പ്ലാസ്റ്റിക് നിർമ്മാർജ്ജന ആലപ്പുഴ ലക്ഷ്യമാക്കിയാണ് നഗരസഭയുടെ നേതൃത്വത്തിൽ ഇവിടെ ഇതുള്ളത്. പിന്നെ ഇവിടെ ഇത് കണ്ടില്ലേ, എഴുതി വെച്ചിരിക്കുന്നു 72ാം നെഹ്റു ട്രോഫി ജലോത്സവം 2026 ആലപ്പുഴ നഗരസഭയുടെ ഒരു ഇത് ഫ്ലെക്സിലാണ് അടിച്ചിരിക്കുന്നത്. അതൊക്കെ പിന്നെ അതാ ഇവിടെ വരുന്നവർക്കൊക്കെ വിശറിയും കാര്യങ്ങളും ഒക്കെ കൊടുക്കുന്നുണ്ട്. വീശാനായിട്ടും കാര്യങ്ങൾക്കുമൊക്കെ വിശറിയും കാര്യങ്ങളും ഒക്കെ കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരുപാട് പോലീസ് ഉദ്യോഗസ്ഥരുടെയും അതുപോലെ ഒരുപാട് ഫോഴ്സിന്റെയൊക്കെ ഒരു സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരുപാട് പോലീസ് സേന ഇവിടെ ഇതിന്റെ നമ്മുടെ വള്ളംകളിയുടെ മത്സരം സുഗമമാക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് പോലീസ് സേന ഇവിടെ വിന്യസിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഒരുപാട് ഗവൺമെന്റ് ഉദ്യോഗസ്ഥരും കാര്യങ്ങളും ഒക്കെ ഇതിന് ഒരുപാട് പേരുടെ കഠിനാധ്വാനവും പ്രയത്നവും കൊണ്ടൊക്കെയാണ് ഈ വള്ളംകളി നടക്കുക. പിന്നെ ഞാൻ പറഞ്ഞില്ലേ 40 ദിവസം, ഒരു 30-40 ദിവസത്തെ കഠിനമായ തുഴച്ചിലും പരിശീലനവും ഒക്കെ കഴിഞ്ഞിട്ടാണ് ഇവർ വള്ളംകളിയിൽ പങ്കെടുക്കാനായിട്ടൊക്കെ എത്തുക. അപ്പോൾ കണ്ടില്ലേ, ആളുകളൊക്കെ കടന്നു വരുന്നുണ്ട്. എനിക്ക് പിന്നിലൂടെ ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഇവിടെ 2:30ക്കാണ് മത്സരം ആരംഭിക്കുന്നത് കേട്ടോ. 2:30. ഇപ്പോൾ ചെറുവള്ളങ്ങളുടെ മത്സരങ്ങളും കാര്യങ്ങളും ഒക്കെ ഇപ്പോൾ ആരംഭിക്കും. പക്ഷേ വലിയ മത്സരങ്ങൾ, ചുണ്ടൻ വള്ളങ്ങളുടെ മത്സരമൊക്കെ ആരംഭിക്കുക 2 മണിക്ക് ശേഷമാണ്. 2:30ക്കൊക്കെയാണ്. പിന്നെ ബിരിയാണി കച്ചവടവും കാര്യങ്ങളും ഒക്കെ ഇവിടെ നടക്കുന്നുണ്ട് കേട്ടോ. ഇതുപോലെ കടകളൊക്കെ, ഒരുപാട് ഷോപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫുഡും കാര്യങ്ങളൊക്കെ ഈ കൗണ്ടറിൽ കിട്ടും. അപ്പോൾ ഇവിടെ വരുന്നവർക്ക് ഇതിനകത്ത് തന്നെ ഫുഡ് കഴിക്കാനുള്ള സൗകര്യവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ചെറുവള്ളംകളിയുടെ മത്സരങ്ങൾ ആരംഭിച്ചു. അവിടെ അതിന്റെ അനൗൺസ്മെന്റും കാര്യങ്ങളുമാണ് സംസാരിക്കുന്നത്, അവിടെ കേൾക്കുന്നത്. പ്രശാന്ത സുന്ദരമായ പുന്നമടക്കായലിന്റെ 1150 മീറ്റർ ദൈർഘ്യം വരുന്ന